അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സീഡ് കുടുംബാംഗങ്ങളെ, കൂരിരുട്ടുള്ള ഒരു രാത്രി കാട്ടിലൂടെ നടക്കുകയായിരുന്ന ഒരാന കരിയിലകൾക്കിടയിലിരുന്ന് മങ്ങിത്തെളിയുന്ന ഒരു കൊച്ചു മിന്നാമിനിങ്ങിനെ കണ്ടു. ഇലകൾ വകഞ്ഞുമാറ്റി ആന അതിനോട് ചോദിച്ചു, സുഹൃത്തെ, നീ എന്തിനാണിങ്ങനെ മറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ മങ്ങിത്തെളിയുന്നത്? പുറത്തു വരൂ, വെളിച്ചവുമായി പറന്നു നടക്കൂ. ഇത് കേട്ട മിന്നാമിനുങ്ങ് ചോദിച്ചു, ഇത്രയും ചെറിയ ഞാൻ തെളിഞ്ഞു കത്തിയതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമുണ്ടാകാനാണ്? എന്നെ ആരറിയാനാണ്? ഇത് കേട്ട ആന ആ മിന്നാമിനുങ്ങിനെ തന്റെ തുമ്പിക്കൈയിലെടുത്ത് മുന്നോട്ട് നടന്നു. ആനയുടെ തുമ്പിക്കൈയിലിരുന്ന് തെളിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങിനെ കണ്ട് ആശ്ചര്യത്തോടെ മൃഗങ്ങളും പക്ഷികളും പറഞ്ഞു, നോക്കൂ, ആ വമ്പൻ ആനക്ക് പോലും വെളിച്ചം നൽകുന്നത് ഈ കൊച്ചു മിന്നാമിനുങ്ങാണല്ലേ. ഇത് കേട്ട മിന്നാമിനുങ്ങ് കൂടുതൽ ആവേശത്തോടെ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. നമ്മൾ ഒരിക്കലും ഒളിച്ചിരിക്കരുത്, ഒരുങ്ങിയിറങ്ങണം, ഒന്നാന്തരം പ്രകടനം നടത്തണം. ഒന്നിനും കൊള്ളാത്തവരായി ആരുമില്ല എന്നതിനേക്കാൾ എന്തിനെങ്കിലും കൊള്ളാവുന്നവരാണ് എല്ലാവരും എന്നതാണ് കൂടുതൽ ശരിയായ വാചകം. പല ആളുകളും ഉൾവലിയുന്നതിന് കാരണങ്ങൾ പലതാണ്. തന്നെക്കൊണ്ട് അതിന് കഴിയുമോ എന്ന ചിന്ത, എന്തെങ്കിലും കാരണത്താൽ പരാജയപ്പെട്ടാൽ പിന്നെ എന്താകും എന്റെ അവസ്ഥ എന്ന ആധി, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി കഴിയുമ്പോൾ താൻ പിന്നിലായി പോകുമോ എന്ന ആകുലത, ചിലപ്പോഴൊക്കെ ഒളിഞ്ഞിരിക്കുന്നതിൽ കണ്ടെത്തുന്ന നേർത്ത സുഖം. ഇങ്ങനെയുള്ള അനാരോഗ്യ ധാരണകളെ മറികടക്കാതെ ആർക്കും തങ്ങൾ സ്വയം നിർമ്മിച്ച മുഖം മൂടി എടുത്തു മാറ്റാനാകില്ല. ആരുമില്ലാത്തിടത്ത് പ്രവർത്തിച്ചു തിളങ്ങാൻ ആർക്കും കഴിയില്ല. അങ്ങനെ തിളങ്ങുന്നതിൽ യാതൊരർത്ഥവും ഇല്ല. എന്നാൽ എല്ലായിടത്തും തങ്ങളുടെ തനതു ശൈലിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും. അവരെ ഒഴിവാക്കാനോ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ ഉള്ള ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ വേഷങ്ങളാടാനുള്ള ഇടവും അവസരവും ഈ ഭൂമിയിൽ സർവശക്തനായ പടച്ചതമ്പുരാൻ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ തനത് ലോകം നിർമ്മിക്കണം. മറ്റാരെങ്കിലും വഴി തെളിക്കുമെന്ന് കരുതി കാത്തിരിക്കുന്നവരാണ് സ്വയം വളർച്ച ആഗ്രഹിക്കുന്നവർ പുലർത്തുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഓരോരുത്തരും തങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമായി യാത്ര ചെയ്യേണ്ടവരാണ്. അതിനിടയിൽ അറിഞ്ഞോ അറിയാതെയുള്ള പ്രചോദനങ്ങളും പിന്തുണയും പലരിൽ നിന്നും ലഭിച്ചു എന്ന് വരാം. പക്ഷെ അതൊക്കെ വെറും ഒരു വിദൂര സാധ്യത മാത്രമാണ്. വളർത്തുപിതാക്കന്മാർ ഉണ്ടായതിന്റെ പേരിലല്ല എല്ലാവരും രക്ഷപ്പെടുന്നത്. തങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തിയവരെല്ലാം തങ്ങളുടേതായ സഞ്ചാരപാതകൾ സ്വയം നിർമ്മിച്ചവരാണ്. നമ്മൾ ഓരോരുത്തരും തിളങ്ങാതിരിക്കുന്നതിന് കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ നമ്മളിൽ ആരുടെയും ജീവിതത്തിൽ തിളക്കമുണ്ടാക്കില്ല എന്ന തിരിച്ചറിവുണ്ടാകലാണ് ജീവിത വിജയത്തിന്റെ ആദ്യ പടി എന്ന് നമ്മൾ അറിയണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറാൻ തയ്യാറല്ലാത്ത ഒരാളെയും അല്ലാഹുവായി മാറ്റുകയില്ല എന്ന ഈ പരിശുദ്ധ ഖുർആൻ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.